ഞങ്ങൾ കുഞ്ഞിലെ മിക്ക സൺഡേസും എണീക്കുന്നത് നല്ല ചൂട് തമിഴ്നാട് സ്റ്റൈല് അടദോശയുടെ മണമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു റെസിപ്പി നോക്കാം. നമ്മൾ ഇന്ന് അരി ഒന്നും ഇടാതെയാണ് ഇത് അരയ്ക്കാൻ പോകുന്നത്. ഈ ഒരു അടദോശയ്ക്ക് ഒരു ഫെർമെൻറ്റേഷൻ്റെ ആവശ്യമില്ല കേട്ടോ. നമ്മൾ തലേ ദിവസം കുതിർക്കാനിട്ടാൽ അടുത്ത ദിവസം രാവിലെ ആകുമ്പോൾ നമുക്ക് അടദോശ നല്ല ചൂടോടെ കഴിക്കാം. അപ്പോൾ ഇതിന് വേണ്ടത് നമ്മൾ 1 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്, പിന്നെ 1 കപ്പ് മിക്സ് ദാലാണ് എടുത്തിരിക്കുന്നത്. ഈ മിക്സ് ദാലിനകത്ത് പച്ചപ്പയറുണ്ട്, പരിപ്പുണ്ട്, കടലപ്പരിപ്പ്, പിന്നെ കുറച്ച് ഉഴുന്നും കൂടെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലോണം നമ്മൾ വാഷ് ചെയ്ത് കഴുകി അതിനെ സോക്ക് ചെയ്യാൻ വയ്ക്കുക ഓവർനൈറ്റ്. ഇനി രാവിലെ ആകുമ്പോഴത്തേക്കും നമ്മൾ മിക്സിയിൽ ഈ വെള്ളത്തോട് സോക്ക് ചെയ്ത വെള്ളത്തോട് കൂടി തന്നെ നമ്മൾ ഈ പൾസസും ദാലും എല്ലാം കൂടെ നല്ലോണം അരച്ചെടുക്കുക. ഈ വെള്ളത്തോട് നമ്മൾ അരയ്ക്കുമ്പോൾ ആ ഗ്യാസ് ഉണ്ടാവുമല്ലോ, നമ്മൾ ഈ ദാലും പൾസസും ഒക്കെ കഴിക്കുമ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഗ്രൈൻഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ഇഞ്ചി, പിന്നെ ജീരകം, പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് വറ്റൽ മുളകും കൂടെ ചേർത്ത് നല്ലോണം ഒരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ നല്ലോണം അരച്ചെടുക്കുക. ഇനി ആ ബാറ്ററിലേക്ക് നമ്മളിടാൻ പോകുന്നത് കുറച്ച് ചില്ലി പൗഡർ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കറി ലീഫ്. ഇത് നമ്മളിന്ന് കറിവേപ്പില ഹോളായിട്ട് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ ഇഷേന്ന് മേടിച്ച് ഈ കറി ലീഫ് പൗഡറാണ് ഉപയോഗിക്കുന്നത്. നല്ല ഫ്ലേവർ ഉണ്ട് കേട്ടോ, അടിപൊളി സാധനമാണ്. ഞങ്ങളിപ്പോൾ കുക്കിങ്ങിൽ മിക്കവാറും ഈ പൗഡർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ കുറച്ച് സവാള ഇടുക, പിന്നെ കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടുള്ളത് നമ്മുടെ ഗ്രീൻ ചില്ലീസും കൂടെ ആഡ് ചെയ്യാം. ഇനി നല്ല കളറ് വേണമെങ്കിൽ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്യുക. അത് നല്ലോണം മിക്സ് ചെയ്യുക. ഇനി നമ്മൾ കുറച്ചൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കടിയുടെ ഒരു സുഖം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, ആൻഡ് കുറച്ച് കായപ്പൊടിയും കൂടി. ഇനി നല്ലോണം മിക്സ് ചെയ്ത് ഇതിന് നമ്മൾ ദോശമാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കൂടുതൽ വെള്ളം ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒഴിച്ചോളാം. ഇനി നല്ല ചൂടായിട്ടുള്ള ദോശക്കല്ലിൻ്റെ മേലെ ഈ ദോശമാവ് ഒഴിച്ച് നല്ലോണം തിന്നായിട്ട് പരത്തിയെടുക്കുക. ഇനി വീണ്ടും നല്ല ക്രിസ്പി ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുതിർക്കാൻ വയ്ക്കുമ്പോൾ കുറച്ച് അരിയിട്ട് കുതിർത്ത് നമ്മളെല്ലാം കൂടെ അരയ്ക്കുമ്പോൾ ഒരുമിച്ചിട്ട് അരയ്ക്കാം. അല്ലെങ്കിൽ നമ്മൾ അരയ്ക്കാൻ നേരത്ത് കുറച്ച് കുതിർത്ത അവലിട്ടാലും മതി. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നല്ലെണ്ണയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അത് ഈ ദോശയുടെ മേലെ നല്ലോണം ഡ്രിസിൽ ചെയ്ത് നല്ല ക്രിസ്പി ആയിട്ട് എടുക്കുക. ഭയങ്കര ക്രിസ്പിയൊക്കെ ആക്കണമെങ്കിൽ നിറയെ നല്ലെണ്ണയൊക്കെ 2 സൈഡിൽ ഒഴിച്ച് ക്രിസ്പി ആക്കി എടുക്കുക കേട്ടോ. പക്ഷെ ഞങ്ങൾ ഇപ്രാവശ്യം കുറച്ച് നല്ലെണ്ണ ഉപയോഗിക്കുന്നുള്ളൂ. അങ്ങനെ നല്ല എണ്ണയൊക്കെ തൂകി നല്ല ദോശ, മുരിഞ്ഞ ദോശ ഇങ്ങനെ പരത്തിയെടുക്കുക, ചൂടോടെ കഴിക്കുക. ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് തമിഴ്നാട്ടിൽ മിക്കവാറും അവർ അവിയലാണ് കഴിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ആ കോമ്പിനേഷൻ അത്രയ്ക്ക് ഞങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല. ഞങ്ങളിവിടെ നമ്മൾ പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ അല്ലെങ്കിൽ നമ്മുടെ ചമ്മന്തി പൊടിയൊക്കെ വെച്ചിട്ടാണ് ട്രൈ ചെയ്യുന്നത്. അതാണ് ഞങ്ങൾ അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഞങ്ങൾക്ക് ശർക്കരയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ചൂടോടെ ഈ ഒരു ദോശ ട്രൈ ചെയ്ത് നോക്കുക.